എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Wands, 3 of Cups, Page of Swords, 9 of Swords, 6 of Wands energy. അതേപോലെ തന്നെ 9 ഓഫ് സോഡ്സ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇപ്പോഴത്തെ, അതായത് നിങ്ങൾ നിങ്ങളുടെ എനർജിയിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് 4-ാം ഭാവമാണ്. 4-ാം ഭാവം സൂചിപ്പിക്കുന്നത് കുടുംബം, വീട്, വാഹനങ്ങൾ, അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും. അപ്പോൾ പേഴ്സണൽ ഹാപ്പിനെസ് ആണ് കൂടുതലായിട്ടും മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ കിങ് ഓഫ് ഫോൺസ് എനർജി, അതോടൊപ്പം തന്നെ 3 ഓഫ് കപ്സ്, കുടുംബ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, പേഴ്സണൽ ജീവിതത്തിൽ വീട്, കുടുംബം, വാഹനം ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശുഭസൂചകമായിട്ടുള്ള കാര്യമാണ്. ആഘോഷങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, മിഠായി വിതരണോ ലഡു വിതരണോ ഒക്കെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ എന്തോ ഒന്ന് അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വാഹനം വാങ്ങിക്കുന്നതിന്റെ സന്തോഷമായിരിക്കാം, നിങ്ങളായിട്ട് സ്വന്തം ഒരു വാഹനം വാങ്ങിക്കുന്നു എന്നുള്ളത്. അതല്ല എങ്കിൽ നിങ്ങൾ ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കുന്നതിന് സാഹചര്യവും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഒരു സന്തോഷം കൂടിയിട്ടാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത്, അതിന്റെ ഒരു എനർജി എന്നുള്ളത്. അതേപോലെ തന്നെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഫാമിലി, ചെറിയൊരു രീതിയിലുള്ള ആഘോഷമായിരിക്കും ഫാമിലി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സൊസൈറ്റിയിലും അത് ബാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ജീവിക്കുന്ന സമൂഹം, നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആളുകൾ, നിങ്ങളുടെ ചിന്താഗതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അമിതമായിട്ടുള്ള പ്രതീക്ഷ പല കാര്യങ്ങളും നിങ്ങൾ വയ്ക്കുന്നുണ്ട്. പലപ്പോഴും തീരെ പ്രതീക്ഷയില്ലാത്ത വ്യക്തികളാണെങ്കിൽ അമിത പ്രതീക്ഷ ചില കാര്യങ്ങളിൽ വന്നേക്കാം. അമിതമായിട്ട് പ്രതീക്ഷ വയ്ക്കാതിരിക്കുക. ഒരു എന്താ പറയാ, ഒരു മെച്യൂർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിന്തയോട് കൂടിയിട്ടുള്ള പ്രതീക്ഷ വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ കാര്യങ്ങൾ ഒത്തുവരുന്നുണ്ട്. എന്നിരുന്നാലും അമിത പ്രതീക്ഷ ഒഴിവാക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ വളരെയധികം വളരെ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കൂടിയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ, അവർ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് മാനസികമായിട്ട് നിങ്ങളെ ഇമോഷണൽ ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയൊക്കെ തകർക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില ആളുകൾ കുറച്ച് നെഗറ്റീവ് ആകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും നിങ്ങളുടെ മനസ്സിനെ തളർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്ന, അങ്ങനത്തെ ഒരു എനർജി കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ പേജ് ഓഫ് സോർട്സ് എനർജി ആൻഡ് 9 ഓഫ് വോൺസ് എനർജിയാണ്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ, ജോലി സംബന്ധമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ടോക്സിക് എൻവയൺമെന്റ്, അവരുമായിട്ട് ഒത്തുപോകാത്ത, നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് ഒത്തുപോകാത്ത ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എല്ലാത്തിനും നിങ്ങൾക്കൊരു ചാഞ്ചല്യം ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചാഞ്ചല്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തിനായാലും നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരാൾ എന്തെങ്കിലും പറയുമ്പോൾ ആ തീരുമാനത്തിൽ നിങ്ങൾ മാറുന്നുണ്ടാവാം. അതായത് കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, ഇങ്ങനെയാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ അത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് അവര് പറയുന്ന അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അതായത് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവില്ല. അപ്പൊ മറ്റൊരാൾ പറയുമ്പോൾ ആ തീരുമാനം അതിനകത്ത് മാറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുക. അതേപോലെ തന്നെ
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ചാമുണ്ട്. അതായത് മറ്റുള്ളവരെ ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ആകർഷണീയത തോന്നുന്നുണ്ടാവും, നിങ്ങളോട് സംസാരിക്കാൻ. നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് ഫീല് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഒരു കണക്ഷൻ നിങ്ങളായിട്ട് ഫീൽ ചെയ്യും. എല്ലാവരും നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെയധികം നല്ലൊരു പോസിറ്റീവായിട്ട്, അതായത് വളരെ സ്പീഡായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുക. കാരണം നിങ്ങളുടെ തീരുമാനം മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവിനോ ചിന്തകൾക്കോ അനുസരിച്ചിട്ട് നിങ്ങളുടെ തീരുമാനം മാറ്റാതിരിക്കുക. കാരണം അങ്ങനെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശവാസയോഗവും വിദേശ യാത്രയും പോലുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് കൂടുതലായിട്ടും വിദേശത്ത് പോയിട്ട് ജോലിക്ക് ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം കൃത്യമായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വയം ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ, ഇടയ്ക്കിടയ്ക്ക് പൊതുവിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ഒരു ആത്മവിശ്വാസ കുറവ് നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആത്മവിശ്വാസ കുറവ് നിങ്ങളിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുറവ് മാറ്റാൻ ഹനുമാൻ സ്വാമിയാണ് ആരാധിക്കേണ്ടത്. ഹനുമാൻ ചാലീസ വായിക്കാം ചൊവ്വാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹനുമൽ മന്ത്രങ്ങൾ അറിയാമെങ്കിൽ വായിക്കാം. ഹനുമാന്റെ ക്ഷേത്രം സന്ദർശിക്കുന്നതും നല്ലതായിരിക്കും എന്നുള്ളത്. ചൊവ്വ ശനി ദിവസങ്ങളാണ് പ്രത്യേകമായിട്ടുള്ളത്. ആ ദിവസങ്ങളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസത്തിനും അങ്ങനെ പല പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാനും ഉൾഭയം മാറുന്നതിന്, കോൺഫിഡൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ നിങ്ങൾ ആരാധിക്കുക. ഓക്കെ. അതേപോലെ തന്നെ 6 ഓഫ് ഫോൺസ് എനർജി ആൻഡ് 9 ഓഫ് സോഡ്സ് എനർജിയാണ്. ചില സമയങ്ങളിൽ ഈ ഒരു മാസം അവസാനത്തോട് കൂടിയിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം, അപ്പോ എന്തെങ്കിലും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം, ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇന്നൊരു കോഴ്സ് തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായിട്ട് അതിന് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എൻട്രൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാത്തവർക്ക്, അങ്ങനെയുള്ള കുറച്ച് നാളുകളായിട്ട് ശ്രമിക്കുന്ന പല കാര്യങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഉറക്കം ഒളിച്ചിരുന്ന് പഠിച്ചിട്ടുള്ളതോ, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ശ്രമഫലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല ആളുകളും നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളോട് കൂടെ നിൽക്കാൻ, നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അത്. ഈ പ്രത്യേകിച്ച് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എല്ലാവരും വളരെ അടുപ്പം തോന്നുന്നുണ്ടാവും. നിങ്ങൾ സംസാര രീതിയായിരിക്കും അത്, അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളിലോടും നിങ്ങളോട് താല്പര്യം തോന്നുന്നുണ്ടാവാം. കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവേ ഒരു സന്തുഷ്ടമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും. ഇപ്പൊ അടുത്തിടെയായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുടുംബാന്തരീക്ഷത്തിൽ വളരെ സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്നവർക്ക് കുടുംബ അന്തരീക്ഷത്തിൽ വളരെ സന്തുഷ്ടമായിട്ടുള്ള സാഹചര്യം, കുടുംബത്തിൽ ചിലപ്പോൾ അച്ഛനമ്മമാരും മക്കളും തമ്മിൽ അത്ര സ്വരച്ചേർച്ച ഇല്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ പോലും ഒരു നല്ലൊരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അതേപോലെ ശാരീരികമായിട്ടുള്ള പല അസ്വാസ്ഥ്യങ്ങളും മാറിക്കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറി മാനസിക സംഘർഷങ്ങളൊക്കെ പൊതുവെ മാറുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം അവസാനം എന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അതേപോലെ ലൈഫ് പല രീതിയിലും ജീവിതം മുന്നോട്ടേക്ക് പോകുമ്പോൾ പല വഴികളിലൂടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മാസം അവസാനത്തിൽ അത് വെറുതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പോസിറ്റിവിറ്റി മാത്രമല്ല, മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിന്റെ ശുഭസൂചന കൂടിയിട്ടാണത്.
അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രത്യേകം ആരാധിക്കുക. അതേപോലെ മഹാദേവൻ ശിവനെയും ആരാധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.